ഇലക്ഷൻ കമ്മീഷൻ നിയമിച്ച BLOമാർ തൊട്ട് കളിച്ചാൽ അത് കളി മാറും. BLOമാർ തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്ത ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ പ്രിവിലേജുകളും അദ്ദേഹത്തിന് കിട്ടും. BLOനെ തടസ്സം ചെയ്യുക, ചോദ്യം ചെയ്യുക, ഭീഷണിപ്പെടുത്തുക, കുറ്റപ്പെടുത്തുക, ഇതൊക്കെ ഗുരുതരമായ കുറ്റമാണ്. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം 131 വകുപ്പ് പ്രകാരം BLOമാരെ ചോദ്യം ചെയ്താൽ നിങ്ങൾക്ക് 3 മാസം തടവ് കിട്ടും. അതുപോലെ 132 പ്രകാരം 6 മാസവും 134 പ്രകാരം 1 വർഷവും നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചെയ്താൽ. ഇതേ കുറ്റം ചെയ്താൽ തന്നെ IPC 186 പ്രകാരം 3 മാസവും 353 പ്രകാരം 2 വർഷവും 332 പ്രകാരം 3 വർഷവും ശിക്ഷാർഹരാണ്. ഇതൊക്കെ നോൺ ബെയിലബിൾ ഒഫൻസും കൂടിയാണ്. ഗവൺമെൻറ്റിന് BLOമാരെ സഹായിക്കാനും സംരക്ഷിക്കാനും അവകാശമുണ്ട്. അവരൊന്നും പരാതി കൊടുത്താൽ അപ്പം തന്നെ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോലീസ് ബാധ്യസ്ഥനാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ SP, കളക്ടർ അവർക്കപ്പം തന്നെ ആവശ്യമായ നടപടി സ്വീകരിക്കാം. രാഷ്ട്രീയ പ്രവർത്തകർക്കും സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ശിക്ഷാ നടപടികൾ വന്നേക്കാം. ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ലാണ് വോട്ടർ പട്ടിക. അതിന് കൃത്യത ഉറപ്പാക്കേണ്ടത് ഓരോ പൗരനും കടമയാണ്. അതിന് BLOമാരുടെ സഹായം അനിവാര്യമാണ്. അല്ലെങ്കിൽ അത് നമ്മുടെ പൗരാവകാശത്തെ ബാധിക്കും. അതുകൊണ്ട് BLOമാരെ സംരക്ഷിക്കേണ്ടത് ഒരു പൗരനും കടമയാണ്. BLOമാർ രാഷ്ട്രീയ പാർട്ടി ആളല്ല. അവരതുകൊണ്ട് രാഷ്ട്രീയ വിരോധത്തെ കാണേണ്ട ആവശ്യമില്ല. അവർ ജനാധിപത്യത്തിന് വേണ്ടി വരുന്ന ആൾക്കാരാണ്. അവരെ സഹായിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവർക്കെതിരെയുള്ള ഓരോ ചോദ്യവും ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ മാത്രം ഉത്തരവാദിത്തമല്ല, ഓരോ പൗരൻ്റെയും കടമയും നമ്മളൊക്കെ ഉത്തരവാദിത്തമാണ്.